ഹലോ കൂട്ടുകാരെ, ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. വുഡ് ഡിസൈനിൽ, അതായത് തടിയിൽ ഉണ്ടാക്കിയെടുത്തൊരു ലോഗോയാണിത്. ഈ ലോഗോയിൽ എങ്ങനെ ഗോൾഡ് അപ്ലൈ ചെയ്യാം, അതായത് ഗോൾഡ് ഗിൽഡിങ് ചെയ്യാം. ഗോൾഡ് ഇങ്ങനെ കവർ ചെയ്യുന്നതിന് ഗിൽഡിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിപ്പം തടിയിൽ കാർവ് ചെയ്തെടുത്തൊരു ലോഗോയാണ്. ഇതിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഗ്ലൂ ആണ്. ഈ ഗിൽഡിങ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരുതരം പശയാണ് ഇതിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക എന്നാണ്. ആദ്യമേ നമ്മൾ നന്നായിട്ട് ബ്രഷ് കൊണ്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും വിട്ടുപോകാതെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യണം. അത് അളവിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ശരിയായ രീതിയിൽ തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക എന്നതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അത് ഒരു തവണ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി അത് ഇതിലേക്ക് വീണ്ടും ആ പശ ഒരിക്കൽ കൂടി അടിക്കണം. അതാണ് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കുന്ന വുഡ് പീസ് അല്ലെങ്കിൽ കാർവിങ് പീസ് ഏതാണോ, അല്ലെങ്കിൽ നമ്മളിത് ഫർണിച്ചറുകളിലും, അതായത് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അറബ് രാജ്യങ്ങളിലെ പാലസുകളിലെ രാജാവ് ഉപയോഗിക്കുന്ന ഫർണിച്ചറുകളിലൊക്കെയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പശ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്, ഇപ്പം എൻ്റെ കൈവശം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോൾഡ് ലീഫാണ്, ഒറിജിനൽ ഗോൾഡാണിത്. ഇതിപ്പോൾ ഒരു ബുക്ക് രൂപത്തിലാണ് വരുന്നത്. ഈ ബുക്കിനകത്ത് 25 ഷീറ്റുകളായിട്ടാണ് ഒരു ബുക്കിൽ നമുക്ക് ലഭിക്കുന്നത്. ഇത് വളരെ ചെറിയ സൈസാണ്. എന്ന് പറഞ്ഞാൽ ഒരു 9 സെൻറ്റിമീറ്റർ ഇല്ല, 8.5 സെൻറ്റിമീറ്റർ സൈസിലാണ് ഇത്. ഏകദേശം 25 ഷീറ്റോട് കൂടിയൊരു ബുക്കാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഗോൾഡിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഏകദേശം 6 മൈക്രോൺ തിക്നെസ്. അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഒരു തരത്തിലാണ് ഈ ഷീറ്റ് ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതിന് നമ്മൾ ഗോൾഡ് ലീഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത് ജർമ്മനിയിലാണ്. ഇതിൻ്റെ എല്ലാ തരം പ്രോഡക്റ്റുകളും ജർമ്മനിയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ സാധനത്തിന് നമ്മൾ പ്രധാനമായിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളിലെ കൊട്ടാരങ്ങളിൽ അവർ രാജാവും അതുപോലെ തന്നെ വലിയ VIP ലെവലിലുള്ള ആൾക്കാരുമൊക്കെ ഉപയോഗിക്കാൻ ഉള്ള കസേരകളിലും ടേബിളുകളിലും അവർ ഉപയോഗിക്കുന്ന ബെഡിൽ വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതും ബെഡിൽ മാത്രമല്ല, പാലസിൻ്റെ ഉള്ളിൽ വരുന്ന വാളിൽ, സീലിങ്ങിൽ ഡിസൈനുകളുണ്ടാവും ജിപ്സം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ജിപ്സം ഡിസൈനുകളിലുമൊക്കെ ഈ ഗോൾഡ് ലീഫ് അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് 24 ക്യാരറ്റ് സ്വർണ്ണമാണ്, ഒറിജിനൽ സ്വർണ്ണമാണ്. ഇതാണ് അവർ വളരെ ലാഘവത്തോടെ ഉപയോഗിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്കത് താങ്ങാവുന്നതിലൊക്കെ വളരെ അപ്പുറത്താണ്. എന്നിരുന്നാലും എനിക്കൊക്കെ ഇത് ചെയ്യാനും ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ അവസരം കിട്ടിയതിൽ ഞാൻ വളരെയേറെ സന്തോഷവാനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഇതേക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഈ ഗോൾഡ് ഞാനിപ്പം ഓരോന്നായിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാൻ ഈ പശയിലേക്ക് അപ്ലൈ ചെയ്തു. അപ്പം നമ്മൾ 2 തവണ പശ അടിച്ചിട്ടാണ് ഈ സാധനം, ഈ ഡിസൈൻ ഉണക്കിയെടുത്തത്. അപ്പോൾ ഇത് പശ നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റിക്കർ പോലത്തെ പശയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതായത് ഈ പശ അടിക്കുമ്പോൾ നമുക്ക് ഒരു പെയിൻ്റ് അടിക്കുന്ന ഒരു രീതിയാണ്. എന്നാൽ ഇത് പശ അടിച്ച് ഉണങ്ങി വരുമ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് ഉണങ്ങും. ഇത് വാട്ടർ ബേസ്ഡ് ഗ്ലൂ ആണ്. ഇതിന് തന്നെ ഓയിൽ ബേസ്ഡ് ഉണ്ട്. അങ്ങനെ ഇതിൻ്റെ തന്നെ പല ക്വാളിറ്റിയിലും പല രീതിയിലുള്ള പശകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിനകത്തുള്ള ഒരു ശ്രദ്ധ അത് വലിയ
ഒരു പ്രധാന കാര്യം തന്നെയാണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് പശ കൂടിപ്പോകാൻ പാടില്ല. കൃത്യമായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം 2 മണിക്കൂറൊക്കെ ഉണങ്ങിയ ശേഷം വാട്ടർ ഗോൾഡ് ആണെങ്കിൽ, ഓയിൽ ഗോൾഡ് ആണെങ്കിൽ അത് 12 മണിക്കൂറൊക്കെ ഉണങ്ങിയ ശേഷം മാത്രമേ നമുക്കതിലേക്ക് ഗോൾഡ് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ ഈ ഗോൾഡ് കൈ കൊണ്ട് എടുക്കാൻ സാധിക്കില്ല, അത്ര മൈന്യൂട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ബ്രഷ് കൊണ്ട് ലീഫ് എടുത്തിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്ത്. വളരെ ചെറിയൊരു ഡിസൈനാണ്, വലിയ വലുപ്പമുള്ള ഡിസൈനൊന്നുമല്ല. അപ്പോൾ ഇത് അവരുടെ പാലസിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഒരു ലോഗോയാണ്. അത് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു എംബ്ലമാണ്, രാജകീയ എംബ്ലമാണ്. അതിൽ അവരുടെ ഉപയോഗിക്കുന്ന കസേരയിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലോഗോയാണ് ഞാനിപ്പം ഗോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് ഗോൾഡ് ഗിൽഡിംഗ് എന്നാണ് പറയുന്നത്, അല്ലാതെ ഗോൾഡ് കവറിംഗ് എന്നൊന്നും പറയാറില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ ഇവർക്ക് അത് അറിയുകയുമില്ല. അപ്പം ഗോൾഡ് ഗിൽഡിംഗ് എന്നാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ ഗൂഗിളിലൊക്കെ ഗോൾഡ് ഗിൽഡിംഗ് എന്ന് സെർച്ച് ചെയ്താൽ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോയിലൂടെ ഇത് കണ്ട് മനസ്സിലാക്കാൻ ഞാനായിട്ടൊരു അവസരം തന്നിരിക്കുകയാണ്. എല്ലാവരും ഇത് കാണുക, എൻ്റെ ചാനലിൽ പോവുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളുണ്ടെങ്കിൽ അറിയിക്കുക. നമ്മൾ മൊത്തം ഗോൾഡ് അതിലേക്ക് വെച്ചതിന് ശേഷം ഞാനൊരു കോട്ടൺ ഉപയോഗിച്ച് അത് നന്നായിട്ട് പ്രസ് ചെയ്യുകയാണ്. ആ പ്രസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് എല്ലാ സ്ഥലങ്ങളിലും നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസ് ചെയ്യുന്നത്. അത് ഒട്ടിപ്പിടിച്ചതിന് ശേഷം മറ്റൊരു നല്ല ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. കുത്തുക എന്ന് പറയുമ്പോൾ നമ്മളതിന് പറയുന്നത് സ്റ്റിപ്പിൽ ചെയ്യുക എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ബ്രഷ് ഉപയോഗിച്ച് നല്ല വൃത്തിയുള്ള, അധികം ടൈറ്റല്ലാത്ത, ഇച്ചിരി മൃദുലതയൊക്കെ ഉള്ള ഒരു ബ്രഷാണ് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ബ്രഷ് ഉപയോഗിച്ച് സാവധാനം ഇങ്ങനെ സ്റ്റിപ്പിൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ചെറിയ ചെറിയ കുഴികളിലും മറ്റും ഈ ഗോൾഡിൻ്റെ കണികകൾ ചെന്ന് അതിലേക്കൊക്കെ അങ്ങ് ഒട്ടും. നമ്മൾ മൊത്തം പശ ഉപയോഗിച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഈ ഗോൾഡ് നമ്മൾ ഷീറ്റായിട്ട് വെച്ച സാധനം പൗഡർ രൂപത്തിലായിട്ട് മാറുകയാണ് നമ്മൾ ഈ സ്റ്റിപ്പിൾ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ അത് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇങ്ങനെ കടന്നു ചെന്ന് അവിടെ എല്ലാം പിടിക്കും. അപ്പം നമുക്കിത് ഇപ്പം തന്നെ നമുക്കതിൻ്റെ ചെറിയ തിളക്കം കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നമ്മളൊരു കോട്ടൺ ഉപയോഗിച്ചിട്ട് നമ്മൾ തുടയ്ക്കും. അപ്പോൾ നന്നായിട്ട് ഒരു കോട്ടൺ ഉപയോഗിച്ച് നമുക്ക് തുടച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല പോളിഷിംഗ് ആവും. അങ്ങനെ പോളിഷിംഗ് ആയിട്ട് നല്ല വൃത്തിയായിട്ട് വരുമ്പം നിങ്ങൾക്ക് അതിൻ്റെ ആ ഗോൾഡിൻ്റെ തിളക്കവും ഫിനിഷിങ്ങും കാണാൻ സാധിക്കും. ഇപ്പോൾ തന്നെ അത് നോക്കിയാൽ മനസ്സിലാവും, നല്ല കളറായിട്ടുണ്ട്, നല്ല ഗോൾഡ് ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇനി എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഫർണിച്ചറുകളിലൊക്കെ എങ്ങനെയാണ് ഗോൾഡ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ കുറച്ചുകൂടെ കാര്യമായിട്ട് ഇടാം. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസുമൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവർ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോ ഞാൻ ചെയ്യാം.